ഈ ഗ്ലാസ് അവിടെ വയ്ക്ക്. സംഗീതേ, നമ്മൾ അജയുടെ അഞ്ജലിയുടെ വിവാഹം പ്രൊസീഡ് ചെയ്യുകയാണല്ലോ അല്ലേ? അതെ അമ്മേ. അല്ല, എന്റെ സംശയം കൊണ്ടാ ചോദിക്കുന്നത്. അവന് പൂർണ്ണ സമ്മതമാണല്ലോ അല്ലേ? അമ്മ ഒന്നും ആലോചിക്കണ്ട. അമ്മ തീരുമാനിക്കുന്നതിന് ഇവിടെ ആരാ എതിര് പറയുന്നേ? ഞാൻ അവനോട് നേരിട്ട് പറയാതിരുന്നതാ. ഞാൻ അടിച്ചേൽപ്പിക്കുന്നുവെന്ന് അവന് തോന്നരുതല്ലോ മോളെ. അതാ സത്യനെ കൊണ്ടൊക്കെ പറയിച്ചത്. സത്യം പറയാമല്ലോ, ഒരു ഭയവും ഉണ്ട്. അവനെങ്ങാനും ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലോ? അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ട അമ്മേ. നമുക്ക് നിശ്ചയത്തിലേക്ക് പോവാം. ആഹാ, വാ മോളെ, ഇവിടെ ഇരിക്കേ. അതെ, കല്യാണ പെണ്ണ, സൗന്ദര്യമൊക്കെ ഒന്ന് കൂട്ടണ്ടേ ഇനി? കൂട്ടിയാലും മുത്തശ്ശിയുടെ 10% ആവില്ല. ഓ, അമ്മയുടെ സൗന്ദര്യം ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല. അമ്മയുടെ സൗന്ദര്യം സാഗരേട്ടനുണ്ടായിരുന്നു. അമ്മയുടെ കണ്ണും മൂക്കും എല്ലാം. അഞ്ജനെ, നിന്റെ അച്ഛൻ അമ്മയുടെ കാര്യം പറയാത്ത ഒറ്റ ദിവസം പോലും ഇല്ല. ഞാൻ തമാശയ്ക്ക് പറയും, നിങ്ങളുടെ അമ്മ എന്താ ദൈവമാണോന്ന്. അപ്പൊ ഏട്ടൻ പറയും, ഒരു സംശയവും വേണ്ടാന്ന്. എപ്പ കണ്ടാലും അമ്മയെന്നും പറഞ്ഞ് ഓടി വരും. കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും തരും. എനിക്കൊറ്റ നിർബന്ധമേ ഉള്ളൂ, നിങ്ങൾക്കൊരല്ലലും വരരുത്. ഭവാനി, നിശ്ചയം നടത്തുന്നത് നീ ലീഡ് ചെയ്യണം. ആ, അമ്മയല്ല, വല്യച്ഛൻ. വല്യച്ഛനല്ലേ ഇപ്പൊ ഉള്ള അച്ഛൻ. മോള് പറഞ്ഞത് ശരിയാ. ഏട്ടൻ വേണം ലീഡ് ചെയ്യാൻ. ഒരു മകളുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടതാ. അഭിരാമിയായി ഏട്ടൻ അഞ്ജനെ കാണട്ടെ. രണ്ടുപേർക്കും ആശ്വാസവും അല്ലേ ഭവാനി? ആ അതെ. ഏതായാലും ആ തീരുമാനം ഞാൻ ശരിവെച്ചു. സംഗീതേ, സാധാരണ അല്ലാത്തൊരു നിശ്ചയം പ്ലാൻ ചെയ്യാം. വേറിട്ടൊരു നിശ്ചയം. ഈവന്റ് മാനേജ്മെന്റുകാരോട് പറഞ്ഞാലോ അമ്മേ? അതൊന്നും വേണ്ട. ഇവിടെ തലയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഓ, അവന്മാരുടെ ക്ലീശ പരിപാടിയൊന്നും ഇവിടെ വേണ്ട. സത്യ, ഞങ്ങള് നിശ്ചയത്തിന്റെ കാര്യം സംസാരിക്കുവാ മോനെ. നീ വേണം എല്ലാ ചുമതലയും ഏറ്റെടുക്കാൻ. അമ്മേ, അത് സംസാരിക്കേണ്ട സമയമാണോ ഇപ്പോ? അമ്മയ്ക്കറിയാലോ, ഭൂമിയുടെ അച്ഛൻ മരിച്ചു. മരിച്ചതല്ല, കൊല ചെയ്യപ്പെട്ടതാ. അത് പിന്നെ ഭാര്യ തന്നെയാണല്ലോ ചെയ്തത്. അത് തീരുമാനിക്കാറായിട്ടില്ല. ഞാൻ അതല്ല പറഞ്ഞത്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആളല്ലേ ഭൂമി. അവളുടെ അച്ഛന്റെ ശവസംസ്കാരം പോലും കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് ഇവിടെ ആഘോഷം ചർച്ച ചെയ്യുന്നത് ശരിയാണോ അമ്മേ? വല്യമ്മാവും പറഞ്ഞു ശരിയാ. ഈ വീട്ടിലൊരാളായിട്ടല്ലേ മുത്തശ്ശി ഭൂമിയെ കാണുന്നത്. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ശരിയാ. ഭൂമി എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ട മകളാ. ആ സംഗീതേ, 2 ദിവസം കഴിഞ്ഞു മതി നിശ്ചയത്തിന്റെ ചർച്ച. എന്താ? മതിയമ്മേ. ആ, ദേശീയ പതാക താഴ്ത്തിക്കെട്ടി ഒരാഴ്ചത്തെ ദുഃഖാചരണം കൂടി ആവാം. എന്താ ഭവാനി? മതിയമ്മേ. മോളെ വാ. മുത്തശ്ശി, ഞാനെന്നാ സ്റ്റേഷനിലേക്ക്. മോനെ, ഭൂമിയുടെ അമ്മയെ രക്ഷിക്കാൻ കഴിയുമോന്നൊന്ന് നോക്കണേ. അമ്മേ, ഞാനിന്ന് ഭൂമിയുടെ വീട്ടിലേക്ക് പോവാം. ആ ശരി. പോട്ടുരാ. ശരി ഏട്ടാ. മോളെ, നീ കണ്ടോ? വലിയച്ഛൻ ഭൂമിയിലേക്ക് ചാഞ്ഞു തുടങ്ങി. അവൾ അയാളെ കൊണ്ടുപോകും. സമ്മതിക്കരുത്. ജാഗ്രത വേണം. ഞാൻ ഏറ്റു അമ്മേ. അവൻ പറഞ്ഞത് കേട്ടോ അമ്മേ? അജയ്, വല്യച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന്. ഈ വീട്ടിലെ ഒരാളായിട്ടല്ലേ മുത്തശ്ശി അവളെ കാണുന്നേന്ന്. ആ കിളവി മുത്തശ്ശി യെസും പറഞ്ഞു. നീ അമ്മയെ വിശ്വസിക്കണം. അമ്മ പറയുന്നത് അനുസരിക്കണം. എന്തു പറഞ്ഞാലും അതുപോലെ തന്നെ ചെയ്യണം. രഹസ്യങ്ങൾ സൂക്ഷിക്കണം. അടുത്ത ടാർഗറ്റ് ഭൂമിയാ. എന്നുവെച്ചാ അവൾ ഈ വീടിന്റെ പടി കടക്കാൻ പാടില്ല.
ഒന്ന് വെയിറ്റ് ചെയ്യണേ. എന്താ പറയണ്ടെന്നറിയില്ല ഭൂമി. ഈ കൊലയ്ക്ക് പിന്നിൽ ആരോ ഉണ്ട്, അത് അന്വേഷിക്കും. അംബിക ചേച്ചി അത് ചെയ്യില്ലെന്ന് എല്ലാവർക്കും അറിയാം. അജയ് സാറിനെ കാണാനല്ലേ? അതെ. ചടങ്ങ് തീരുമാനിച്ചോ? ഇല്ല. പാടോ. ഭൂമി, വിഷമിക്കരുത്. അമ്മ നിരപരാധിയാണെന്ന് തെളിയും. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞില്ല. ഞാൻ CA സാറിനെ ഒന്ന് കാണണോ? കാണണം. ഞാൻ ഇന്നലെ ചെറിയ തോതിൽ ചോദ്യം ചെയ്തു. കരച്ചിലാണ് അതേ സമയവും. അമ്മ നിരപരാധിയാണെന്ന് പറയുമ്പോഴും അല്ല എന്നതിന് തെളിവൊന്നുമില്ല. അമ്മ അച്ഛനെ കൊല്ലുക എന്ന പ്രസക്തമായ ഭാഗം നിൽപ്പുണ്ട്. കിട്ടിയ എല്ലാ തെളിവും പ്രതികൂലമാണ്. ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അറിയേണ്ടതുണ്ട്. അതുകൂടി വന്നാലേ ചിത്രം പൂർണ്ണമാവും. മുറിയിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നെന്നാ അമ്മ പറയുന്നത്. മുഖം മൂടി വെച്ചൊരാൾ. അയാളുടെ മുഖം കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പ്രധാന ഘടകമാണെന്ന്. ഞാനിതൊന്ന് സംസാരിക്കാനല്ല സർ വന്നത്. കേസിന്റെ കാര്യങ്ങൾ പിന്നീട് സംസാരിക്കാം. ഞാൻ വന്നത് 12 മണിക്ക് മുൻപ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അച്ഛനെ കിട്ടുകയാണെങ്കിൽ ചടങ്ങുകളൊക്കെ വൈകുന്നേരം നടത്താമെന്ന് കരുതിയിട്ട്. അമ്മയുണ്ടാവണമല്ലോ. കേസിന്റെ നിയമവശങ്ങളൊക്കെ ഭൂമിക്ക് അറിയാവുന്നതല്ലേ? ഇന്ന് കോടതിയിൽ ഹാജരാക്കും. റിമാൻഡ് ആവശ്യപ്പെടുന്നുണ്ട്. ഒരാഴ്ചയെങ്കിലും പോലീസ് കസ്റ്റഡി വെക്കാൻ ആവശ്യപ്പെടും. അത് കഴിഞ്ഞാൽ എന്റെ റിസ്കിൽ അമ്മയെ കൊണ്ടുവരാം. എന്തായാലും കോടതിയിലെ നടപടിക്രമങ്ങൾ കഴിഞ്ഞ് ഞാൻ വിളിക്കാം. അത് കഴിഞ്ഞിട്ട് സമയം തീരുമാനിച്ചാൽ മതി. താങ്ക് യു സർ. എൻ്റെ അമ്മയെ എനിക്ക് അറിയൂ.
അമ്മയുടെ മോക്ക് അച്ഛനെ നഷ്ടമില്ലേ? അമ്മ കൊന്നൂന്ന് അങ്ങനെയാ ഇപ്പൊ പോലീസുകാരൊക്കെ പറയണ. എന്റെ ചേട്ടനെ ഞാൻ കൊന്നു. നാട്ടുകാരൊക്കെ വിശ്വസിച്ചു കാണുമല്ലേ? 29 കൊല്ലം എന്റെ പൊന്നുപോലെ നോക്കിയതാ. എന്റെ അച്ഛനെ ഞാൻ കൊന്നു. ഇതില് വലിയ എന്ത് ശിക്ഷ അമ്മയ്ക്ക് വേണ്ടേ? കരയില്ലമ്മ. അമ്മ മോള് ഒരു വട്ടം അമ്മയോട് പറഞ്ഞാ മതി, അങ്ങനെ എന്റെ അമ്മ ചെയ്യൂല. അങ്ങനെ പറഞ്ഞാലേ അമ്മയ്ക്ക് വിശ്വാസമാവും. മോളുടെ മനസ്സറിയാത്ത അമ്മയാണോ ഇത്? മുഖത്ത് നോക്ക്. ഞാനങ്ങനെ പറയണോ? അമ്മയ്ക്കറിയാൻ വേണം മോളെ. അമ്മ ധൈര്യമായിട്ടിരിക്കും. കുറ്റം ചെയ്യാത്ത ആളെ എന്തിനാ ശിക്ഷിക്കുന്നത്? മോളെ, മുറിയിലൊരാളുണ്ടായിരുന്നു. സർ പറഞ്ഞു. അമ്മയെ പുറത്തു കൊണ്ടുവരും. ഞാൻ വന്നത് സാറിനെ കാണാനാ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അച്ഛനെ കിട്ടും. അപ്പോ അമ്മയെ വിടണമെന്ന് ഞാൻ പറഞ്ഞു. സമ്മതിച്ചു. എന്റെ മോക്ക് ആരവിടെ സഹായത്തിനുള്ള? എല്ലാരും ഉണ്ടമ്മ. അമ്മ അതൊന്നും ഓർക്കണ്ട. എല്ലാരും ഉണ്ടമ്മ. അമ്മ അതൊന്നും ഓർക്കണ്ട. അമ്മ, ചിതാഭസ്മം ഒഴുക്കുന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? അച്ഛൻ പറയണമെങ്കിൽ അതെന്റെ മോളോടല്ലേ പറയുള്ളൂ. എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ കൊണ്ടുപോയി ഒഴുക്കും. എന്റെ അച്ഛന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമല്ലോ.
എനിക്കൊരു ഉമ്മ തന്നിട്ട് പോകുമോളെ. അയ്യോ, തിരക്കുള്ളത് കൊണ്ടല്ലേ അച്ഛാ. പോയിട്ട് വന്നിട്ടേ ഞാനൊരു 1000 ഉമ്മ തരാം. അഗ്നി തന്നാവുകൾ കൊണ്ടുപോകുമ്പോൾ അകതാരില്ലാകെ നിറയുന്നു താതാ. അഗ്നി തന്നാവുകൾ കൊണ്ടുപോകുമ്പോൾ അകതാരില്ലാകെ നിറയുന്നു താതാ. അവിടുന്നു കാഴ്ചയായി നൽകിയ ജീവിതം, അവിടുന്നു നെറുകയിൽ നൽകിയ ചുംബനം, അവിടുന്നു കൈകളിൽ നൽകിയ സാന്ത്വനം കൊണ്ടുപോകില്ലൊരു അഗ്നിയും കാലവും, കൊണ്ടുപോകില്ല നിന്റെ താരാട്ടും, നിന്റെ സ്നേഹത്തിൻ പൊന്നിൻ വെളിച്ചവും. അഗ്നിക്കുമപ്പുറം കാലത്തിനപ്പുറം കൈക്കുമ്പിളിൽ ഞാൻ കാത്തു സൂക്ഷിക്കും. നീ എനിക്കേകിയ ഓർമ്മകൾ താതാ, നീ എനിക്കേകിയ ഓർമ്മകൾ താതാ.
ഇടതോട്ട് വെട്ടിക്കുന്നത്? നേരെ പിടി. അച്ഛ എനിക്ക് പേടിയാവുന്നു. എന്തിനാ പേടിക്കുന്നത്? അച്ഛൻ അടുത്തുണ്ടല്ലോ. ആ പതുക്കെ ഇട്. പതുക്കെ ഇട്. ആ ആ അയ്യോ. ആ മോളെ, ആക്സിലേറ്റർ മെല്ലെ ചവിട്ടണം. അതിനോട് ദേഷ്യം കാണിക്കരുത്. അത് പറഞ്ഞാ കേക്കില്ല. പറഞ്ഞ മനസ്സിലായോ? പതുക്കെ പതുക്കെ പതുക്കെ. ലേശം ഇടത്ത്, ലേശം ഇടത്ത്. നേരെ ഇടതോട്ട്. ആ ആ എന്നെ നോക്കാതെ റോഡ് നോക്കി വണ്ടി ഓടിക്കോ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആ പതുക്കെ പതുക്കെ. സ്പീഡ് കൂടി വരുമ്പോ ചെറുതായിട്ട് ബ്രേക്ക് ചവിട്ടിക്കോ. ആ പതുക്കെ. ആ പതുക്കെ പതുക്കെ. ആ പതുക്കെ. ആ പതുക്കെ പതുക്കെ പതുക്കെ. ഇടത് ഇടത്. എന്തിനാ അങ്ങോട്ട് ഇങ്ങോട്ട് ഇടതോട്ട്? ആ നേരെയാക്ക് നേരെയാക്ക്. ചീറങ്ങി നേരെയാക്ക് നേരെയാക്ക്. ആ എടാ നേരെ നേരെ നേരെ. ആ വിട് വിട് വിട്. എടാ നേരെ. പേടിക്കണ്ട. ഒതുക്ക് ഒതുക്ക്. ഇടതോട്ട് ഇടതോട്ട്. അരങ്ങേറ്റം അത് മൂകാംബികയിൽ വെച്ച് വേണം. അംബിക തന്നെയാണോ ആ കൊലപാതകം ചെയ്തതെന്ന കാര്യത്തിൽ പോലീസിന് ചില സംശയങ്ങളുണ്ട്. എന്തോ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതൊരു പ്ലാൻഡ് മർഡർ ആയിരിക്കും. ഞാൻ സത്യം തെളിയിക്കും അച്ഛ. അമ്മേ ഞാൻ രക്ഷിക്കും.